വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി ഓറഞ്ച് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുകയെന്ന് കുറേ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഓറഞ്ചിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഈ ഐസ്ക്രീം ഉണ്ടാക്കാം. ഓറഞ്ച് തന്നെ എടുക്കണം എന്നില്ല, സ്ട്രോബെറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സും, മാങ്ങയാണെങ്കിൽ അത് എന്ത് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഈ ഐസ്ക്രീം റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഐസ്ക്രീമിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചുരണ്ടിയെടുക്കാം. ഈ ഓറഞ്ച് കളറിലുള്ള തൊലി മാത്രമേ ചുരണ്ടിയെടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് പാർട്സ് ഇതിലാവാതെ ശ്രദ്ധിക്കണം. ആ വെള്ള കളറിലുള്ള ഭാഗം തൊലിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീമിന് നല്ല കയ്പ്പായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആ ഓറഞ്ച് കളറിലുള്ള ഭാഗം മാത്രം ചുരണ്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പോൾ വൈറ്റ് കളർ ഒട്ടും ആയിട്ടില്ല, ഓറഞ്ച് കളർ മാത്രമേ ഞാൻ ചുരണ്ടിയെടുത്തിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ഒരു 3 ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയെടുക്കാം, അല്ലെങ്കിൽ ഒരു 2 എണ്ണത്തിൻ്റെ ആയാലും മതി. ഇതിപ്പോൾ ഏകദേശം 2 ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ഐസ്ക്രീമിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തൊലി ചുരണ്ടിയ ഓറഞ്ച് തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ജ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ വാങ്ങിക്കുന്ന ഓറഞ്ച് തന്നെ ഇതിന് വേണ്ടിയിട്ട്, ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്ന ഓറഞ്ച് ഉണ്ടല്ലോ, അത് വാങ്ങിക്കഴിഞ്ഞാൽ ഐസ്ക്രീമിന് നല്ല കയ്പ്പായിരിക്കും. ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഈ ടൈപ്പ്, അതായത് ഒരു മുസമ്പി പോലെയൊക്കെയുള്ള ഓറഞ്ച് ഉണ്ടല്ലോ, അത് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഐസ്ക്രീം നല്ല കയ്പ്പായിരിക്കും. അതുപോലെ ഈ ഓറഞ്ച് ആണെങ്കിലും തൊലി ചുരണ്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, വെള്ള കളർ ആവാനേ പാടില്ല. അപ്പോൾ നമുക്കിതൊരു സിട്രസ് ജ്യൂസറിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് തന്നെ എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്, ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് എടുക്കുക. ഇവിടെ ഞാനിപ്പോൾ 3 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തപ്പോൾ 1 കപ്പ് ജ്യൂസ് ഉണ്ട്. പക്ഷെ നമുക്ക് 3/4 കപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ജ്യൂസ് നമുക്കിവിടെ മാറ്റി വെക്കാം. സിട്രസ് ജ്യൂസറിന് പകരം നമുക്കിത് കൈകൊണ്ട് പിഴിഞ്ഞിട്ടും ഈസി ആയിട്ട് ഈ ജ്യൂസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിപ്പിംഗ് പൗഡർ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബൗളും വിസ്കും ഞാൻ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൂടുള്ള സ്ഥലമാണെങ്കിൽ ബൗളും വിസ്കും നന്നായിട്ട് തണുപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു 100 ഗ്രാം വിപ്പിംഗ് പൗഡറാണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. ക്രഷ് ക്രംബിൻ്റെ വിപ്പിംഗ് പൗഡറാണ്, 100 ഗ്രാമാണ് ഇതുള്ളത്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 125 ഗ്രാം പാല് അല്ലെങ്കിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിതിൽ ഇത്രയും ചേർക്കുന്നില്ല, കാരണം 125 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 കപ്പ് പാലുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചേർക്കുന്നില്ല. ഒരു 1/2 കപ്പിൻ്റെ കപ്പ് എടുത്തിട്ട് അതിലൊരു 1/4 ഭാഗം, അതായത് 1/3 കപ്പ് പാല് മാത്രമേ ഞാനിതിലേക്ക് ചേർക്കുന്നുള്ളൂ. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ അളവിൽ പാല് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വിപ്ഡ് ക്രീം ലൂസായി പോവും. അപ്പോൾ നമുക്ക് കേക്കിനാണെങ്കിലും ഐസ്ക്രീമിനാണെങ്കിലും ഒക്കെ കൂടുതൽ ലൂസായ വിപ്ഡ് ക്രീം ശരിയാവില്ല. അതുകൊണ്ട് ഞാനിവിടെ 1/3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണെങ്കിലും നമ്മൾ ഇതിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിപ്പിംഗ് ക്രീം റെഡിയാക്കാൻ പറ്റും. ഇതിവിടെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് നല്ല തണുത്ത പാലായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും താഴേക്ക് വീഴില്ല, അത്രയും കട്ടിയായിട്ട് ഇതിരിക്കണം. നിങ്ങൾ കേക്കിന് ഇത് ക്രീം ഉണ്ടാക്കുമ്പോഴും ഇതേ അളവിൽ തന്നെ പാലെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് കേക്കിൻ്റെ ക്രീം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ലൂസായി കഴിഞ്ഞാൽ കേക്കിൽ ക്രീം ചെയ്താൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഐസ്ക്രീമിനാണെങ്കിലും ഇതുപോലെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കാം, അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് പൊടിച്ച പഞ്ചസാര ആയിരിക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 നുള്ളി ഉപ്പും കൂടി ചേർക്കണം. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് തന്നെ ചേർക്കാവുന്നതാണ്, ഞാൻ മറന്നുപോയതാണ്. ഒരു 2 നുള്ളി ഉപ്പ് ചേർത്താൽ മതി, ഉപ്പ് കൂടിപ്പോവരുത്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു, 1/4 കപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 2 ടീസ്പൂൺ ഉണ്ടാവും. ഇത്ര വേണമെന്നില്ല, 1 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കുറച്ചൊന്ന് വെള്ള ഭാഗം ഇതിൽ വന്നു കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഓറഞ്ച് ഐസ്ക്രീമിന് നല്ലൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കളറ് ചേർത്തതുകൊണ്ട് നല്ലൊരു ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഈ പ്ലാസ്റ്റിക് ബോക്സിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ ഒന്ന് ഇതുപോലെ തട്ടി കൊടുക്കണം. എന്നിട്ടൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ ഐസ്, നമ്മൾ ചില ഐസ്ക്രീമിന് ഐസ് കടിക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ മൂടിയിട്ട് ഇത് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഐസ്ക്രീം മറ്റൊരു പ്ലാസ്റ്റിക് കപ്പിലും കൂടി ആക്കിയിട്ട് അതും നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് രണ്ടും നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റിയിട്ട് 8 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുക്കാം. കുറഞ്ഞത് 8 മണിക്കൂർ വേണം ഐസ്ക്രീം സെറ്റാവാൻ. ചിലപ്പോൾ അത് 10 മണിക്കൂർ വരെയൊക്കെ വേണ്ടി വരും. എങ്കിലും കുറഞ്ഞത് 8 മണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റാണ്. 8 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലുള്ള ഐസ്ക്രീം തന്നെയാണ് വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഐസ്ക്രീം ഇരിക്കുന്നത്. വിപ്പിംഗ് പൗഡർ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിനടുത്തുള്ള ചെറിയ കടയിൽ പോലും കിട്ടുകയും ചെയ്യും. ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓറഞ്ച് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവറോട് കൂടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഈ വിപ്പിംഗ് പൗഡറിൽ ചേർത്ത് പെട്ടെന്ന് ഐസ്ക്രീം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ പ്ലെയിനായിട്ട് വാനില ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെങ്കിലും വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്